Good morning, Pradeep sir. Morning, Jasmine. Morning, viewers. പ്രദീപ് സർ, നമ്മൾ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു മിനിറ്റിൽ ആ ഒരു ഇടിവിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു അല്പം കൂടുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. 25,400 എന്നുള്ളൊരു ലെവല് നിഫ്റ്റി 50 കൈവിട്ടിരിക്കുകയാണ്. നിലവിലത്തെ ഈ ഒരു ഇടിവിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഒപ്പം ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെയാണോ തുടരുന്നത് നിഫ്റ്റിയിൽ? ജാസ്മിൻ, നമ്മൾ നിഫ്റ്റി 50 സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഓഗസ്റ്റ് 29 ശേഷം നിഫ്റ്റി 50 നമുക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു കറക്ഷൻ നടന്നിട്ടില്ല. സോ ഇന്ന് നടക്കുന്ന ഇറ്റ്സ് എ വെരി വെരി ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്തായിരിക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റോക്സിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് അവസരങ്ങൾ തേടിയെത്തേണ്ടത്. നമ്മൾ നിഫ്റ്റി 50 ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ സപ്പോർട്ട് ഏരിയ 25,000. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 24,900. എനിക്ക് തോന്നുന്നില്ല 24,900 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. പ്രദീപ് സർ, ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന്റെ ചാൻസസ് സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഇപ്പോൾ നിലവിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോ ബൈയിങ് ഓപ്പർച്യൂണിറ്റി സാർ കാണുന്നുണ്ടോ? നിഫ്റ്റി ബാങ്കിങ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും നമുക്കൊരു മിക്സഡ് ബാഗ് കാണാൻ സാധിക്കുന്നത്. പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ് സ്റ്റോക്സിൽ ഒന്നും തന്നെ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ലെങ്കിലും സെലക്റ്റീവ് ആയിട്ട് PSU ബാങ്കിങ് സ്റ്റോക്സിൽ നല്ല ബൈയിങ് സെറ്റപ്സ് ഉണ്ട്. എസ്പെഷ്യലി സ്മോൾ PSU ബാങ്ക്സ് ലൈക്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, യൂക്കോ ബാങ്ക്. ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും ഒരേ ഒരു സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നു. ഇറ്റ് ഇസ് IDFC ഫസ്റ്റ് ബാങ്ക്. പ്രദീപ് സർ, ഇനി റിയൽറ്റി സെഗ്മെന്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. റിയൽറ്റി സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇയർ ടു ടിൽ ഡേറ്റിൽ 12.74% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നും വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റിയൽറ്റിയുടെ ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? റിയൽറ്റി ഇൻഡെക്സ് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് അണ്ടർ പെർഫോമൻസ് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് കാഴ്ചവെച്ചത്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് നിഫ്റ്റിയുടെ IT ഇൻഡെക്സ് 900 പോയിന്റിലുള്ള മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ 900 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. സോ കഴിഞ്ഞ അഗെയിൻ ഈ ഒരു ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ നല്ല നേട്ടം കിട്ടിയിരിക്കുന്നു. അതിനെ തുടർന്ന് ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മളിപ്പോൾ പ്രിപ്പയർഡ് ആവണം. നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് 930 പോയിന്റ്സ്. ആ ഒരു റെസിസ്റ്റൻസ് അടുത്ത ആഴ്ച ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് കൺഫേംഡ് ആയിട്ട് ഒരു വലിയ ബ്രേക്ക് ഔട്ട് കൺഫേം ചെയ്യും. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഏറ്റവും അധികം മുന്നേറ്റം രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റോക്ക് റെഡിംഗ്ടൺ ആണ്. 7.5% കൂടുതൽ ഒരു നേട്ടം ഇപ്പോൾ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. 310 രൂപ എന്നുള്ളൊരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 2 ദിവസങ്ങൾക്ക് മുൻപും സ്റ്റോക്കിൽ ഒരു 20% ഒരു അപ്പർ സർക്യൂട്ട് നമ്മൾ കണ്ടതാണ്. നിലവിലത്തെ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യത എത്രമാത്രമാണ്? റെഡിംഗ്ടന്റെ കേസിൽ നമുക്ക് 2-3 ട്രേഡിംഗ് സെഷൻസ് മുൻപ് ശക്തമായിട്ടൊരു ബ്രേക്ക് ഔട്ട് ലഭിച്ചിരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മേജർ റെസിസ്റ്റൻസ് 340 ആയിരിക്കും. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. ഓക്കെ പ്രദീപ് സാർ, ഇന്നിപ്പോൾ മാർക്കറ്റ് ഒരല്പം വീക്ക് ആണെങ്കിൽ പോലും അദാനി ഓഹരികളിലൊക്കെ തന്നെ നമുക്കൊരു മുന്നേറ്റം കാണുന്നുണ്ട്. സെബിയുടെ ഒരു ക്ലീൻ ചിറ്റാണ് അദാനിയെ സംബന്ധിച്ചിടത്തോളം. എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലിസ്റ്റഡ് സ്പേസിലുള്ള എല്ലാ അദാനി ഓഹരികളിലും നമുക്ക് ആ ഒരു നേട്ടം കാണാൻ സാധിക്കുന്നത്. അദാനിയുടെ ഫ്ലാഗ്ഷിപ്പ് കമ്പനി ആയിട്ടുള്ള അഡാനി എന്റർപ്രൈസസ്, അഡാനി പോർട്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് ടോപ്പ് ഗെയിനർ പട്ടികയിൽ ആദ്യമുള്ളത്. നിലവിലത്തെ ഈ ഒരു ട്രെൻഡ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു എല്ലാ അഡാനി ഓഹരികളിലും നമ്മൾ കണ്ടത്. ഈ ട്രെൻഡ് എത്രമാത്രം വിശ്വസനീയമാണ്? കാരണം കുറേ അധികം വോളറ്റിലിറ്റി അല്ലെങ്കിൽ ഒരു റോളർ കോസ്റ്റർ റൈഡിനൊക്കെ തന്നെ സാക്ഷ്യം വഹിച്ച സ്റ്റോക്കുകളാണ് എസ്പെഷ്യലി അദാനിയുടേത്. നിലവിൽ എങ്ങനെയാണ് സർ വിലയിരുത്തുന്നത്? ജാസ്മിൻ, ഇന്ന കാലത്ത് മാർക്കറ്റ് പ്ലസിൽ തന്നെ നമ്മൾ ഇത് അഡാനി സ്റ്റോക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സെഷനിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച പല അഡാനി സ്റ്റോക്സിലും നമുക്ക് വളരെ ലോ റിസ്ക് ബൈയിങ് സെറ്റപ്സ് ആയിരുന്നു. എങ്കിലും ഇന്ന കാലത്ത് തന്നെ നമുക്ക് വലിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയതിനെ തുടർന്ന് നമുക്ക് ലോ റിസ്കിൽ തൽക്കാലം പുതിയ ബൈയിങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 2-3 സെഷൻസിൽ സ്റ്റോക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് വി ഷുഡ് അലൗ ദ സ്റ്റോക്സ് ടു സെറ്റിൽ. ആ സ്റ്റോക്സ് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ലോ റിസ്ക് ബൈയിങ് അവസരങ്ങൾ ലഭിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. എനിക്ക് തോന്നുന്നില്ല നമുക്ക്
കാര്യമായിട്ടൊരു ഇടിവ് വീണ്ടും അഡാനി സ്റ്റോക്സിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്നു. പ്രദീപ് സർ, ഇന്നിപ്പോൾ തുടക്കം മുതൽ തന്നെ ഒരു 8% നേട്ടം ഓൾറെഡി തന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ് റാംകി ഇൻഫ്ര എന്ന് പറയുന്നത്. റാംകി ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 3.28% ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 2085 കോടിയുടെ ഒരു ഓർഡർ വിന്നാണ്, അതായത് 50% ഓഫ് മാർക്കറ്റ് ക്യാപ്പിന്റെ അത്രയുമുള്ള ഒരു ഓർഡർ വിൻ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ഒരു സ്മോൾ ക്യാപ് കമ്പനിയിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? റാംകെയുടെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഒരു നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഡെഫിനറ്റ്ലി ദർ ഹാസ് ബീൻ എ ട്രെൻഡ് റിവേഴ്സൽ. നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ 620 അതിന് ശേഷം 640 രൂപയിലും വളരെ മേജർ റെസിസ്റ്റൻസ് ലെവൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം. ടൈറ്റൻ സ്റ്റോക്കാണ് പ്രദീപ് സർ അടുത്തതായിട്ട് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 1.25% ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിലത്തെ ഒരു ഇടിവിനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ടാണോ സാർ വിലയിരുത്തുന്നത്? ടൈറ്റന്റെ കേസിൽ നമുക്ക് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 3740 രൂപ എത്തിയതിനു ശേഷം ഒരു നല്ല സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ആ ഒരു സെല്ലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ തുടരുന്നുണ്ട്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ഹസ് ടേൺഡ് ബെയറിഷ്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. സ്റ്റോക്കിന്റെ വളരെ മേജർ സപ്പോർട്ട് ഏരിയ 3380 രൂപയിലെ കാണുന്നത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. പ്രദീപ് സർ, നേരത്തെ PSU ബാങ്ക് ഇൻഡെക്സിൽ അല്ലെങ്കിൽ PSU ബാങ്കിങ് സ്റ്റോക്കുകളിൽ നമുക്കൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു മുന്നേറ്റം കാണുന്നുണ്ടെന്ന് സാർ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും സെഗ്മെന്റുകളിലോ സ്റ്റോക്കോ സാറിന്റെ ഫോക്കസിലുണ്ടോ? എന്റെ മെയിൻ ഫോക്കസ് ഇസ് ഡെഫിനറ്റ്ലി ഇൻ ടു റെയിൽവേ സ്റ്റോക്സ്. സോ റെയിൽവേ സ്റ്റോക്സിൽ ഇന്ന് എടുത്തു പറയാനുള്ളത് ഇറ്റ് ഇസ് ടിറ്റാഗർ റെയിൽവേ. ടിറ്റാഗർ റെയിൽവേയുടെ കേസിൽ നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 910 രൂപ, 915 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് 966 രൂപയായിരിക്കും. 966ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം.